സംസ്ഥാന ബജറ്റിൽ തോട്ടം മേഖലയെ പാടെ അവഗണിച്ചതായി കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത്. ലയങ്ങളുടെ നവീകരണത്തിന് 10 കോടി രൂപ അനുവദിച്ച കാലങ്ങൾ പിന്നിടുമ്പോഴും നവീകരണ പ്രവർത്തനങ്ങൾ എങ്ങും എത്തിയിട്ടില്ല. തോട്ടം മേഖല തൊഴിൽ പ്രതിസന്ധി നേരിടുമ്പോഴും സംസ്ഥാന സർക്കാർ അവഗണന തുടരുകയാണെന്നും ഷാജി പൈനാടത്ത് ആരോപിച്ചു. കഴിഞ്ഞ സംസ്ഥാന ബഡ്ജറ്റിലും സംസ്ഥാന സർക്കാർ തോട്ടം മേഖലയെ അവഗണിക്കുന്ന പ്രവണത തുടരുകയാണ്. തോട്ടം മേഖല തൊഴിൽ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോഴും പ്രശ്നപരിഹാരത്തിന് സർക്കാർ ഇടപെടൽ നടത്തുന്നുമില്ല. ട്രേഡ് യൂണിയനുകളും തോട്ടം മാനേജ്മെന്റുമായി മന്ത്രിതല ചർച്ചകൾ നടന്നുവെങ്കിലും തൊഴിൽ വകുപ്പ് തോട്ടം മാനേജ്മെന്റുകൾക്ക് അനുകൂല നടപടികളാണ് സ്വീകരിച്ചു വരുന്നതെന്ന് കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത് ആരോപിച്ചു. കഴിഞ്ഞ 3 വർഷമായി ബജറ്റിൽ തോട്ടത്തൊഴിലാളികളുടെ ലയങ്ങളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് 10 കോടി രൂപ അനുവദിക്കും. ഇതിനൊരു പൈസ പോലും ചെലവഴിക്കുകയില്ല. തോട്ടത്തൊഴിലാളികളുടെ ലയങ്ങൾ വാസയോഗ്യമല്ലാതായി വളരെയധികം വൃത്തിഹീനമായ സാഹചര്യത്തിൽ ആണ് ഇപ്പോൾ തൊഴിലാളികളോട് ജീവിക്കുന്നത്. കാലിത്തൊഴുത്തിനേക്കാൾ മോശമായ വീടുകളിലാണ് തൊഴിലാളികൾ ജീവിക്കുന്നത്. ഇവിടെയൊന്നും ഭവന പുനരുദ്ധാരണ പദ്ധതി നടപ്പിലാക്കാതെ ഈ അനുവദിക്കുന്ന തുക ചെലവഴിക്കപ്പെടാതെ തോട്ടം തൊഴിലാളികളെ ഗവൺമെന്റ് കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തോട്ടം തൊഴിലാളികൾക്ക് ആവശ്യമായിട്ടുള്ള പുതിയ ഭവന പദ്ധതി പ്രഖ്യാപിച്ചതാണ് ഗവൺമെന്റ്. അത് ഇവിടെ എങ്ങും തന്നെ നടപ്പിലാക്കിയിട്ടില്ല. തോട്ടം തൊഴിലാളികൾ ചികിത്സാ പദ്ധതി അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും നടപ്പിലാക്കാൻ ഈ ഗവൺമെന്റ് നാളിതുവരെ ശ്രമിച്ചിട്ടില്ല. തകർന്നു വീടാറായ ലയങ്ങളിൽ കഴിയുന്ന തൊഴിലാളികളുടെ സുരക്ഷിത ജീവിതത്തിനായി ലയങ്ങളുടെ നവീകരണത്തിന് 10 കോടി രൂപ അനുവദിച്ച് കാലങ്ങൾ പിന്നിടുമ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പ്രാരംഭഘട്ടം പോലും ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തോട്ടം തൊഴിലാളി ക്ഷേമത്തിനായി നിയോഗിച്ച ജസ്റ്റിസ് VR കൃഷ്ണൻ നായർ റിപ്പോർട്ട് ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ലെന്ന് മാത്രമല്ല, റിപ്പോർട്ടിലെ തോട്ടം മാനേജ്മെന്റുകൾക്ക് അനുകൂലമായ ഘടകങ്ങൾ മാത്രമാണ് നടപ്പിലാക്കിയിട്ടുള്ളതെന്നും തൊഴിലാളി വർഗ പാർട്ടി ഭരിക്കുന്ന നാടിന്റെ അവസ്ഥയാണിതെന്നും ഷാജി പൈനാടത്ത് ആരോപിക്കുന്നു. പീരുമേട് താലൂക്കിലെ പൂട്ടിക്കിടക്കുന്ന തേയിലത്തോട്ടങ്ങൾ തുറന്നു പ്രവർത്തിപ്പിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന വാഗ്ദാനവും കടലാസിൽ ഒതുങ്ങി. തോട്ടം മേഖലയോടുള്ള സർക്കാരിന്റെ അവഗണന വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും ഷാജി പൈനാടത്ത് പറഞ്ഞു. സിറ്റി വിഷൻ, പീരുമേട്.